ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ സ്ഥലത്തേക്ക് പോകുന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞങ്ങൾ വിചാരിച്ചു, നമ്മൾ കുറേ ക്വിസിലൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വരയാടുകളുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചു അവിടേക്ക് പോവാം. അപ്പം അവിടേക്ക് പോകുന്നതിന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മുന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളത് കാണണം. കാണാത്തവരൊക്കെ കണ്ടോളാം. അപ്പോൾ അവരുടെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ എന്താ കുറേ പേരുണ്ടായിരുന്നു അവിടേക്ക് പോകാനായിട്ട്. കുറേ ഫോറിനേഴ്സും നമ്മുടെ കേരളത്തിലുള്ളവരും അല്ലാത്തവരും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളപ്പോൾ പക്ഷേ പോകുന്ന വഴിക്ക് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് വരയാടിനെ കാണാൻ പറ്റിയില്ല എന്ന്. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ലക്കുണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് റോട്ടിൽ തന്നെ കുറേ വരയാടുകൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കറക്റ്റ് ക്ലിയർ ആയിട്ടില്ല, പക്ഷെ ഞാൻ നെക്സ്റ്റ് ഒരു ഷോർട്സ് ഇടാം. അതിൽ കറക്റ്റായിട്ട് വരയാട് ഞങ്ങൾ വളരെ അടുത്ത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിൽ ഞങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അവിടെ തന്നെ നമ്മൾ കുറേ വരയാടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കുറേ ചെറിയ വരയാടുകളും അങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഒന്നുമില്ല. വളരെ ക്ലീനായിട്ട് നമ്മൾ നന്നായിട്ട് സേഫായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുറേ വഴി നടന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വഴി നടന്നാൽ മതി, പിന്നെ തിരിച്ചു പോരാമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെരുപ്പ് ഭയങ്കര ടൈറ്റായിട്ട് കാലൊക്കെ പൊട്ടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു മതിയാക്കാം. പക്ഷെ കയറുമ്പോൾ നല്ല വ്യൂ ആണ് കാണുന്നത്. പിന്നെ വിചാരിച്ചു എന്തായാലും കയറാം, അവസാനം നല്ലൊരു വ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നടന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഓരോ ചെടികളുണ്ടായിരുന്നു. ആ ചെടികളുടെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെന്താ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വളരെ ഈസിയായിട്ടുള്ള ആൾക്കാർ വരെ ഈ വഴി ഫുൾ നടന്നിട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഓരോ ചെടികളുടെ താഴെയും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ ഒരു വട്ടം ഇവിടെ വെച്ചിട്ടാണ് കുറേ വരയാടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ കുറേ ചെറിയ കുട്ടി വരയാടുകളുണ്ടായിരുന്നു, പിന്നെ വലിയ വരയാടുകളുണ്ടായിരുന്നു. അവർ നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്വഭാവമുള്ള മൃഗമാണ്. എന്തായാലും ഈ വരയാടിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ വെള്ളം നല്ല തണുപ്പാണ്, വളരെ പ്യുവറായിട്ടുള്ള വെള്ളമായിരുന്നു. അത് എഴുതി വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ് വാട്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വെള്ളമൊക്കെ മുഖമൊക്കെ കഴുകി. പിന്നെന്താ ഒരു ഷോല ഫോറസ്റ്റ് അങ്ങനെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അവസാനം ഞങ്ങൾ എത്താറായി. ഞങ്ങൾ എപ്പോഴാണ് എത്താന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ആലോചിച്ച് നടക്കുകയായിരുന്നു. ഉണ്ണീൻ്റെ അടുത്ത് നടക്കണോണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചെരുപ്പ് ഇടാതെയാണ് നടന്നത്. അപ്പോൾ ചൂടൊക്കെ വന്നപ്പോൾ ഭയങ്കര കാലൊക്കെ പൊള്ളലായി. ചില നേരത്ത് നല്ല വെയിലൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നടക്കാൻ പറ്റിയുണ്ട്. കണ്ടോ, ലാസ്റ്റ് വരെ എത്തി. ഇവിടെ വരെയാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് ആ സ്ഥലം വരെ എത്തിയായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിപ്പോയി. അവസാനം ഞങ്ങൾ അവിടെ വരെ എത്തി. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കയറി വരുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് എത്തിയതിന് എന്തായാലും വളരെ വേർത്തായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു. അവസാനം ഫൈനലി ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചേർന്നു. ഒരുപാട് നേരത്തെ നടത്തോ ട്രാവലും ഒക്കെ ആയിട്ട്. മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വരണ്ട, പക്ഷേ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്തോളാം. നല്ല സ്ഥലമാണ്, പിന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ.